പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായനക്കളരി സമാപിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറി കൗൺസിൽ നിർദ്ദേശമനുസരിച്ച് വേനൽ അവധിക്കാലത്ത് വായനയെ വരവേൽക്കാം കളിയിലൂടെയും കായിക വിനോദത്തിലൂടെയും വായനയെ സമീപിക്കേണ്ട രീതികളും കുട്ടികളെ ബോധ്യപ്പെടുത്താം എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച വായനക്കളരിയുടെ സമാപന സമ്മേളനം കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുകയും ബാലവേദി കുട്ടികൾ അവരുടെ സർഗാത്മക പ്രതിഭ തെളിയിക്കുന്ന രീതിയിൽ എഴുതിയും വരച്ചും രൂപം നൽകിയ ടാഗോർ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു. കൊച്ചിയിലെ പ്രമുഖ പ്രഭാഷകനും ബാലസാഹിത്യ ായ റിട്ടയർഡ് അധ്യാപകൻ സുധീഷ് ഷേണായി കുട്ടികളും അവരുടെ മാതാപിതാക്കളും ലൈബ്രറി പ്രവർത്തകരും അടങ്ങിയ സദസ്സിൽ ഏറെ നേരം നർമ്മസല്ലാപം നടത്തി അവർക്ക് അറിവും സന്തോഷവും പകർന്നു നൽകി. പക്ഷെ ഈ ഉറങ്ങുന്നതിൽ നിന്ന് പോലും എനിക്കൊരു പാഠം പഠിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പിന്നെ എല്ലാം നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും എന്നെക്കാളും ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പടി മുന്നിലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കഴിവെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതെന്നെക്കാളും ഒരു പടി മുന്നിലുള്ള ഏതെങ്കിലും ഒരു മേഖല ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കും. ബാലവേദി അധ്യക്ഷ MU ഗീതകയുടെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിൽ മാളവിക ദിനേശ് പ്രാരംഭഗാനം ആലപിച്ചു. നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി സൂര്യചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്ക. ലൈബ്രറി സെക്രട്ടറി PP ജയപ്രകാശ് സ്വാഗതവും പ്രവർത്തക സമിതി അംഗം CS ജോസഫ് കൃതജ്ഞത രേഖപ്പെടുത്തി. ടാഗോർ ജന്മദിനത്തിൽ നടത്തിയ ലഘുപ്രഭാഷണ മത്സരം, പത്രവായന മത്സരം എന്നിവയിലും കയ്യെഴുത്ത് മാസികയ്ക്ക് വേണ്ടി എഴുതിയ മികച്ച കൃതികൾക്കും സമ്മാനങ്ങൾ നൽകി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. വനിതാവേദി അധ്യക്ഷയും ബാലവേദി മെന്ററുമായ സുസ്മിത മേനോൻ സമാപന സമ്മേളന പരിപാടികൾ അവതരിപ്പിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഇങ്ങനെ ഒരു പരിപാടി ഇടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മാതൃഭാഷ നമ്മൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മാതൃഭാഷയിൽ നമ്മൾ പലതും എഴുതാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരുപാട് പിശകുകൾ അതിനകത്തുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയോട് ഒരു അപേക്ഷ എഴുതാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എഴുതി കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റുന്ന അവസ്ഥയും. ഒരു വാചകം പൂർണ്ണമായിട്ട് എഴുതിയാൽ അതിനകത്തൊരു 2-3 അക്ഷരത്തെറ്റെങ്കിലും ഉണ്ടാവും. ഇത് വളരെ പ്രശ്നമാണ്. അത് ഡിഗ്രി കഴിഞ്ഞവരും അങ്ങനെയാണ്. ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതും. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളോടൊരു അപേക്ഷ ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞേക്കും. പക്ഷെ മലയാളത്തിൽ എഴുതാൻ പറഞ്ഞാൽ ആകെ തപ്പും. എഴുതി വരുമ്പോൾ 100 തെറ്റായിരിക്കും അത്. അപ്പോൾ ഈ ഒരു പിശക് മലയാളികളായ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെയോ അല്ലെങ്കിൽ അധ്യാപന രീതിയുടെയോ കരിക്കുലത്തിൻ്റെയോ ഒക്കെ പ്രശ്നം കാരണമാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ നമ്മളൊക്കെ വിജയിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ക്ലാസ് വിജയിച്ച് പോകുന്നുണ്ട്. പക്ഷെ മലയാളികളായ നമുക്ക് അക്ഷരത്തെറ്റുകൂടാതെ എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴ്ന്നുകൊണ്ടിരിക്കുക. അത് തരം താഴലാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.